വലിയ വെയിലും മഴയുമൊന്നുമില്ലാത്ത ഒരു ഞായറാഴ്ച ദിവസം. ആദ്യം തന്നെ ചോറിൻ്റെ പണികൾ ആരംഭിച്ചു. അരി തിളച്ചപ്പോൾ നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പ്രാതലിൻ്റെ പരിപാടികൾ പിന്നീടാണ് ആരംഭിച്ചത്. എല്ലാവരും ഫ്രഷായി വരുമ്പോഴേക്കും നെയ്റോസ്റ്റും സാമ്പാറും കൊടുക്കാമല്ലോ. ഒരു തവി ദോശമാവ് കല്ലിലേക്കൊഴിച്ച് പരത്തിയെടുത്തു. മീതെ നെയ്യ് തൂകി കൊടുത്തു. നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ തിരിച്ചിട്ട് ഒന്നുകൂടി മൊരിച്ചെടുത്തു. ഇരുവശവും മൊരിച്ചെടുത്താൽ ഇവിടെ നെയ്റോസ്റ്റിന് പ്രിയമേറെയാണ്. ഇരുവശവും മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടായി മടക്കി നേരെ പ്ലേറ്റിലേക്ക്. ഇനി സാമ്പാറും കൂട്ടി പ്രാതൽ കഴിക്കാം. പ്രാതൽ കഴിഞ്ഞപ്പോൾ ഉച്ചയൂണിനുള്ള കറിക്കൂട്ടങ്ങൾ ഒരുക്കാനുള്ള തിടുക്കത്തിലായി. കൊഞ്ചുതീയൽ വെക്കാനായി കൊച്ചുള്ളിയും കിഴങ്ങും തക്കാളിയുമെല്ലാം അരിഞ്ഞെടുത്തു. ചൂടായ എണ്ണയിലേക്ക് ഓരോ വകകളും ഇട്ട് വഴറ്റിയെടുത്തു. വഴന്നു വന്നപ്പോൾ തേങ്ങ വറുത്തരച്ച അരപ്പും കൊഞ്ചുമൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുത്തു. ചാറ് കുറുകി എണ്ണ തെളിഞ്ഞു. കൊഞ്ചിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങി. തീയൽ തയ്യാറായി കഴിഞ്ഞു. ഇനി പുളിശ്ശേരി ഉണ്ടാക്കാം. കൊച്ചുള്ളിയും ജീരകവും തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. അരപ്പ് കലക്കി മീതെ തൈരൊഴിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്തു. കടുക് താളിച്ചത് കൂടി ചേർത്തപ്പോൾ പുളിശ്ശേരിയും റെഡി. ഇനി മീൻകറി ഉണ്ടാക്കാം. ചൂരമീനാണ് കിട്ടിയത്. ഇതിൽ നിന്ന് ഒരു മീൻ മാത്രമേ ഇന്ന് കറിക്കെടുത്തുള്ളൂ. മൂപ്പിച്ച ഉലുവയിലേക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് വഴറ്റിയെടുത്തു. മസാലപ്പൊടികളും ചേർത്ത് വഴറ്റി ചാറ് തിളച്ചപ്പോൾ തോട്ടുപുളിയും മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. കറി തിളച്ച് ചാറ് കുറുകി എണ്ണ തെളിഞ്ഞ് മീൻകറിയും തയ്യാറായി. ഇനി ഉച്ചയൂണ് കഴിക്കാം. ചോറിനൊപ്പം വറുത്തരച്ച കൊഞ്ചുതീയലും ചൂരമീൻ കറിയും കൂടെ പുളിശ്ശേരിയും. രുചികരമായ ഒരു ഉച്ചയൂണ്.